ശരിക്കും ഇത് ആര് മനസ്സിലാക്കി? മോഹൻലാൽ മനസ്സിലാക്കി. മോഹൻലാൽ ശരിക്കും രജനീകാന്തിനെ കണ്ട് ശരിക്കും മോഹൻലാൽ ചിരിക്കുന്നുണ്ടാവും. ഞാൻ ഏകദേശം സ്കൂട്ടായി, നിങ്ങള് ഏകദേശം പെട്ടുപോയി എന്ന് പറയുന്നത്. കാര്യം രജനീകാന്ത് എന്ത് ചെയ്യുന്നതോ ആ സംഭവം ശരിക്കും മോഹൻലാൽ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും മോഹൻലാൽ ഇതേ പൊങ്കാല ശരിക്കും പ്രതീക്ഷിക്കാമായിരുന്നു. കാര്യം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. മോഹൻലാൽ എത്രമാത്രം പെടും എന്നതിന് നമുക്ക് വേറെ എവിടെ ഉദാഹരണം തരേണ്ടതില്ല. KS ചിത്ര വിളക്ക് കൊളുത്തണം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സംഭവം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആഹ്വാനം KS ചിത്ര നടത്തിയപ്പോൾ ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞത്. എൻ്റെ അച്ഛനെ രജനീകാന്ത് ശരിക്കും ലാൽ സലാം എന്നുള്ള പടത്തിലൊക്കെ അഭിനയിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം സംഖ്യയല്ല, ഒരു കാരണവശാലും എന്നെ അച്ഛനെ സംഖ്യയാക്കരുത് എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിൻ്റെ മകള് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കി. കാര്യം നമ്മൾ ഒരാൾ എൻ്റെ അച്ഛനെ സംഖ്യയാക്കരുത്, സംഖ്യ എന്നുള്ള സംഭവത്തിൽ അത്രയും വലിയ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഈ രജനീകാന്തിൻ്റെ കാര്യം പറയുമ്പോൾ വളരെയധികം എടുത്തു പറയേണ്ട ഒരു വിഷയം മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ്. അതായത് മോഹൻലാൽ ശരിക്കും ബുദ്ധിപൂർവ്വം ഊരി എന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ഞാൻ ചാണകമാണ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അല്ലെങ്കിൽ ഞാൻ സംഖ്യയാണ് എന്ന് പറയുന്ന ധീരതയോടെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എൻ്റെ അച്ഛനെ സംഖ്യയാക്കരുത്, എൻ്റെ അച്ഛൻ. ഇന്ത്യയിൽ നിന്ന് ഉള്ള പ്രധാനപ്പെട്ട സെലിബ്രിറ്റി എന്ന് പറയാവുന്നത് ഒന്ന് രജനീകാന്താണ്, അതൊന്ന് ചിരഞ്ജീവി, ഇവിടെ മോഹൻലാൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഭാഷയിലെയും പ്രധാനപ്പെട്ട നടന്മാരെ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചയാളാണ് രജനീകാന്ത്. തീർച്ചയായും. പക്ഷേ ആ രജനീകാന്ത് ആ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഒരു BJP പക്ഷപാതിയായി അവിടെ അവർക്കൊരു എഡ്ജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ അദ്ദേഹം നടത്തുന്നത് എന്ന ഒരു തോന്നൽ അദ്ദേഹം പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നെ സംഖ്യയാക്കരുത്, എൻ്റെ അച്ഛനെ സംഖ്യയാക്കരുത്. അതായത് ഗതികേട് കൊണ്ട് പറയാണ്, എൻ്റെ അച്ഛനെ രജനീകാന്ത് ശരിക്കും ലാൽ സലാം എന്നുള്ള പടത്തിലൊക്കെ അഭിനയിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം സംഖ്യയല്ല, ഒരു കാരണവശാലും എന്നെ അച്ഛനെ സംഖ്യയാക്കരുത് എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിൻ്റെ മകള് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കി. കാര്യം നമ്മൾ ഒരാൾ എൻ്റെ അച്ഛനെ സംഖ്യയാക്കരുത്, സംഖ്യ എന്നുള്ള സംഭവത്തിൽ അത്രയും വലിയ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചില ആളുകൾക്ക് ചാണകം എന്ന് വിളിക്കുന്നത് ഞാൻ ചാണകമാണ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അല്ലെങ്കിൽ ഞാൻ സംഖ്യയാണ് എന്ന് പറയുന്ന ധീരതയോടെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എൻ്റെ അച്ഛനെ സംഖ്യയാക്കരുത്, എൻ്റെ അച്ഛൻ സംഖ്യയല്ല, ലാൽ സലാം പോലുള്ള പടത്തിൽ അഭിനയിച്ചൊരു വ്യക്തിയാണ്, നിങ്ങൾ എൻ്റെ അച്ഛനെ സംഖ്യയാക്കരുത് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത രീതിയിലേക്ക് ശരിക്കും അത്തരം വാക്കുകൾ എടുക്കേണ്ടതുണ്ട്. ഇതിനേട്ടാ, ഇത്തരം സംഭവങ്ങളൊക്കെ ശരിക്കും എന്തുകൊണ്ടാണ് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അല്ല, അതിൽ ഇപ്പം രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കത്ത് കിട്ടിയ, ക്ഷണം കിട്ടിയ കുറേ സെലിബ്രിറ്റികളുണ്ട്. ആ സെലിബ്രിറ്റികളിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഉള്ള പ്രധാനപ്പെട്ട സെലിബ്രിറ്റി എന്ന് പറയാവുന്നത് ഒന്ന് രജനീകാന്താണ്, അതൊന്ന് ചിരഞ്ജീവി, ഇവിടെ മോഹൻലാൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഭാഷയിലെയും പ്രധാനപ്പെട്ട നടന്മാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെയാണ് ക്ഷണക്കത്ത് കൊടുത്തിട്ടുള്ളത്. രജനീകാന്ത് എന്ന് പറയുന്നത് കേവലം തമിഴ്നാട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു സ്റ്റാറല്ല. അദ്ദേഹത്തിന് ഇന്ത്യയിലെ തന്നെ എല്ലാ ഭാഷകളിലും, ഹിന്ദിയിലും ഒക്കെ പിന്നെ വലിയ ഫാൻ ബേസ് ഉള്ള ആളാണ്, ഇന്ത്യക്ക് പുറത്തും ഫാൻ ബേസ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിൽ വലിയ തോതിൽ ഈ ഒരു ക്ഷണക്കത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിന് അവിടെ പങ്കെടുത്തതിൻ്റെ പേരിൽ സൈബർ ആക്രമണം എവിടെ നേരിടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തെ അത്രമാത്രം നെഞ്ചിൽ കൊണ്ടാടുന്ന തമിഴ്നാട്ടിൽ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം വന്നു എന്നാണ് മകൾ ഐശ്വര്യയുടെ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, എല്ലാ മീഡിയകളോടും പറയുന്നത് എൻ്റെ അച്ഛൻ സംഘപരിവാർ പ്രവർത്തകനല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ സംഖ്യയാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ദയനീയാവസ്ഥ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വാക്കിനെ എല്ലാവരും പേടിക്കുന്നു എന്നല്ല. അല്ല, തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും നമുക്കറിയാലോ, രാഷ്ട്രീയമായിട്ട് തന്നെ സംഘരാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ അതിൻ്റെ BJPയുടെ വേർഷന് ഒന്നും വേണ്ടത്ര സ്വാധീനം കർണാടകയിലെ കുറഞ്ഞ ഒഴിച്ചാൽ ബാക്കി തെക്കേ ഇന്ത്യയിലാകെ ഈ പറയുന്ന സംഘി രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനം ലഭിച്ചിട്ടില്ല. പക്ഷെ അവിടെ വേരുറപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളെ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ക്ഷണിക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് BJP അവരുടെ അഭ്യാസം പുറത്തെടുക്കുന്നത്. അപ്പോൾ അതിനോടുള്ള പ്രതികരണമാണ് യഥാർത്ഥത്തിൽ രജനീകാന്തിനോടുള്ള ആരാധന എന്ന് പറയുന്നത്. നമ്മളിവിടെ കേരളത്തിലൊന്നുമുള്ള താരങ്ങളോട് കാണിക്കുന്ന ആരാധന തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ്. അതിൻ്റെ എത്രയോ അപ്പുറത്താണ്
രജനീകാന്തിനോടൊക്കെ കാണാം. അപ്പോൾ ആ രജനീകാന്തിൻ്റെ പോസ്റ്റിന് താഴെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേജിൽ പോയി കമൻറ്റ് ചെയ്യുന്നത് ആണ് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് ആർക്ക് തോന്നിയത്? ഐശ്വര്യയ്ക്ക് മകൾക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെയൊരു നിലപാട്, രാഷ്ട്രീയമായ നിലപാട് ആരെടുത്താലും അത് പിന്നെ ഞങ്ങൾ യോജിപ്പില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ആ ചോട്ടിൽ വരുന്ന കമൻറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചയാളാണ് രജനീകാന്ത്. തീർച്ചയായും. പക്ഷേ ആ രജനീകാന്ത് ആ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഒരു BJP പക്ഷപാതിയായി അവിടെ അവർക്കൊരു എഡ്ജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ അദ്ദേഹം നടത്തുന്നത് എന്ന ഒരു തോന്നൽ അദ്ദേഹം പലപ്പോഴും ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ തമിഴ്നാട്ടുകാരനല്ല, ജന്മം കൊണ്ട് അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്, കർമ്മം കൊണ്ട് അദ്ദേഹം കുറച്ചു കാലം കർണാടകക്കാരനായിരുന്നു, പിന്നീടാണ് തമിഴ്നാട്ടിലേക്ക് സിനിമയുടെ ഭാഗമായിട്ട് വരുന്നത്. പക്ഷെ ആ രീതിയിലേക്ക് ഒരു സംഘിബന്ധം പലപ്പോഴും ആരോപിക്കപ്പെട്ടിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴൊക്കെ. അപ്പോഴൊക്കെ അദ്ദേഹം വെച്ച കാല് പുറകോട്ട് വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കമലഹാസൻ, അദ്ദേഹത്തിൻ്റെ സമകാലീനനായ കമലഹാസൻ രാഷ്ട്രീയ രംഗത്തിൽ ഇറങ്ങി വലിയ തോതിൽ ശോഭിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും രജനീകാന്ത് ഇപ്പോഴും ഒരു സ്റ്റെപ്പ് പിറകിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വെച്ച കാല് പുറകോട്ട് വെച്ച് നിൽക്കുക. അല്ല, ഈ രജനീകാന്തിൻ്റെ കാര്യം പറയുമ്പോൾ വളരെയധികം എടുത്തു പറയേണ്ട ഒരു വിഷയം മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ്. അതായത് മോഹൻലാൽ ശരിക്കും ബുദ്ധിപൂർവ്വം ഊരി എന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആളുകൾക്കും അത് വല്ലാത്തൊരു വിഷമമായിട്ടുണ്ട്. മോഹൻലാലിനെ നിങ്ങൾ സംഖ്യയാക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാൽ എന്നുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കുറേ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു BJP ചായ്വുള്ള ഒരു സംഘ ചായ്വുള്ള ഒരാളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു സംഭവം പങ്കുവെക്കുക എന്ന് അദ്ദേഹം ഈ ഘട്ടത്തിൽ വളരെ സ്മാർട്ടായിട്ടാണ് പെരുമാറിയത്. അല്ല, മോഹൻലാലിന് പറ്റിയ ശരിക്കും ആർക്ക് കിട്ടി? രജനീകാന്തിന് പണി കിട്ടി, ശരിക്കും പണി കിട്ടി എന്ന് തന്നെ പറയാം. അതായത് ഒന്നടങ്കം ആളുകൾ വന്ന് ആക്രമിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാനസികമായി ആക്രമിക്കുക എന്നുള്ളതാണ്, ഒരാളെ അടിക്കുക എന്നുള്ളതല്ല ആക്രമണം. അദ്ദേഹത്തിന്റെ പ്രധാന ബേസ് എന്താ? തമിഴ്നാടാണ്. അതെ, തമിഴ്നാട്ടിൽ ഈ രാഷ്ട്രീയം 1% വളരെ ചുരുങ്ങിയ ആളുകൾ ഒഴിച്ച് ബാക്കി അവിടുത്തെ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, രാഷ്ട്രീയ രംഗത്ത് എടുത്തു നോക്കുമ്പോൾ ഒരു നവജാത ശിശു മാത്രമാണ് ഉദയനിധി സ്റ്റാലിൻ. ഞാൻ മറ്റൊരു ടോപ്പിക്കാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്, ഉദയനിധി സ്റ്റാലിൻ. പക്ഷേ ആ ചെറുപ്പക്കാരൻ അത് ഒരു സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചൊക്കെ അറിയപ്പെടുന്ന ആളാണ്. പക്ഷേ സ്റ്റാലിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു എക്സ്പോഷർ ഉണ്ടെന്ന് മാത്രം. അദ്ദേഹം അവിടെ വിളിച്ചു ചേർത്ത ഒരു ചടങ്ങിൽ വെച്ച് വളരെ ക്ലോസ് ഡോറിൽ ഒരു ഇൻഡോർ പ്രോഗ്രാമിൽ നടത്തിയ ഒരു ചെറിയ പരിപാടിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് രാജ്യം മുഴുവൻ ലഭിച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, രാജ്യം മുഴുവൻ ലഭിച്ച ഒരു ശ്രദ്ധ. ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറകെ കൂടുന്ന സ്ഥിതി വന്നു. ഇന്ത്യയിലാകെ അത് ചർച്ചയായി, കേന്ദ്രമന്ത്രിമാരടക്കം എന്തുകൊണ്ടാണ് അത്? ഈ പറയുന്ന രാഷ്ട്രീയം സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ, മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ, ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഈ BJP മുന്നോട്ട് വെക്കുന്ന ഈ ഒരു രാഷ്ട്രീയത്തെ തമിഴ്നാട്ടിലേക്ക് എടുക്കരുത് എന്നുള്ളതാണ് അവിടുത്തെ ജനതയുടെ താല്പര്യം. അപ്പോൾ ആ താല്പര്യത്തെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പക്ഷേ ഈ പറയുന്ന ഉദയനിധി സ്റ്റാലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ ഉണ്ടായിട്ടില്ല. അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് പോലൊരു സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന, മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയം എന്താണ്. അങ്ങനെയൊരു രാഷ്ട്രീയം നിലനിൽക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് രജനീകാന്തിന് സംഘിയായി ജീവിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക്, ഉത്തമമായ തിരിച്ചറിവിലേക്ക് ആരെത്തുന്നു? രജനീകാന്ത് തന്നെ എത്തുന്നു. പക്ഷെ അത് മകളിലൂടെ, ഈ പറയുന്ന ഒരു കമന്റിലൂടെ അത് പുറത്തു വരുന്നു. ശരിക്കും ഇത് ആര് മനസ്സിലാക്കി? മോഹൻലാൽ മനസ്സിലാക്കി. മോഹൻലാൽ ശരിക്കും മനസ്സിലാക്കി. രജനീകാന്തിനെ കണ്ട് ശരിക്കും മോഹൻലാൽ ചിരിക്കുന്നുണ്ടാവും. ഞാൻ ഏകദേശം സ്കൂട്ടായി, നിങ്ങൾ ഏകദേശം പെട്ടുപോയി എന്ന് പറയുന്നത്. കാര്യം രജനീകാന്ത് എന്ത് ചെയ്യുന്നതോ ആ സംഭവം ശരിക്കും മോഹൻലാൽ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും മോഹൻലാൽ ഇതേ പൊങ്കാല ശരിക്കും പ്രതീക്ഷിക്കാമായിരുന്നു. കാര്യം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. ഈ ന്യൂനപക്ഷങ്ങൾ ഒന്നാമത് കേരളക്കാർ ശരിക്കും പ്രതികരിക്കുന്ന രീതിയാണ്. അതായത് ഇവിടെ പ്രതികരിച്ചാൽ എന്താണ് എന്നുള്ള സംഭവത്തിൽ എല്ലാവരും ചോദിക്കും, ഞാൻ പ്രതികരിക്കും, എൻ്റെ ഭാഷയിൽ ഞാൻ പ്രതികരിക്കും, താൻ ആരാ ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ്. ശരിക്കും മോഹൻലാൽ ശരിക്കും പെട്ടുപോകേണ്ടതായിരുന്നു. മോഹൻലാൽ എത്രമാത്രം പെടും എന്നതിന് നമുക്ക് വേറെ എവിടെയും ഉദാഹരണം തരേണ്ടതില്ല. KS ചിത്ര വിളക്ക് കൊളുത്തണം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സംഭവം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആഹ്വാനം KS ചിത്ര നടത്തിയപ്പോൾ ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് വേറെ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ ശരിക്കും മോഹൻലാൽ ശരിക്കും ഇപ്പൊ ചിരിക്കുന്നുണ്ടാവും എന്ന് പറയാൻ കാരണം വെച്ചാൽ എന്റെ പണി താങ്കൾക്ക് കിട്ടി എന്നുള്ള രീതിയിലേക്കായിരിക്കും. അപ്പോൾ തീർച്ചയായും
എന്നെ സംഖ്യയാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ദയനീയാവസ്ഥ തന്നെയാണ്. പക്ഷേ ആ ജനങ്ങൾ എന്തുകൊണ്ടാണ് അത്രയേറെ ഈ മാറ്റി നിർത്തപ്പെടുന്നത്, സംഖ്യ എന്നുള്ള സംഭവത്തിൽ മാറ്റി നിർത്തപ്പെടുന്നതെന്ന് ശരിക്കും ഈ നേതൃത്വം ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം ഉത്തർപ്രദേശല്ല കേരളവും തമിഴ്നാടും കർണാടകയും. അത് കർണാടക ഇപ്പോൾ അടുത്ത് തിരിച്ച് മനസ്സിലാക്കിയതായിരിക്കും എന്ന് വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഈ നേതൃസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ നേതൃതലത്ത് നിന്ന് ശരിക്കും ഇത് അത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങളല്ല പുറത്തു വിടുന്നത്. അതായത് ജനങ്ങളെ മാറ്റി നിർത്തി മതപരമായി മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടാകുന്ന സ്ഥിതിയിലൊക്കെ ശരിക്കും ഈ 3 സംസ്ഥാനങ്ങളും പ്രതികരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.